ജീവനുള്ള വസ്തുക്കളുടെ ഫോട്ടോ ഉള്ള ഡ്രസ്സുകൾ നമ്മളും ധരിക്കാൻ പാടില്ല, നമ്മൾ ചെറിയ കുട്ടികളെയും ധരിപ്പിക്കാൻ പാടില്ല. അപ്പം അങ്ങനെ ആരെങ്കിലുമൊക്കെ നമുക്ക് തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ തരുന്ന ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിയണ്ടാവില്ല, അവരുടെ സ്നേഹത്തോടു കൂടിയൊക്കെ തന്നതായിരിക്കാം. അപ്പോൾ നമുക്ക് അത് മാറ്റി വെക്കാം. ഇനി എന്തെങ്കിലുമൊക്കെ തരത്തിൽ ആ ജീവനുള്ള വസ്തുവിൻ്റെ തല അതിൻ്റെ രൂപം അവിടെ നിന്ന് മാറ്റിയാൽ തന്നെ നമുക്ക് വസ്ത്രം ധരിക്കാവുന്നതാണ്. ഇപ്പോൾ ചില ഫാബ്രിക് പെയിൻറ്റുകളൊക്കെ കിട്ടും, അത് അതിൻ്റെ എളുപ്പ വഴി പറഞ്ഞുതരാണ്. അത്തരം ഫാബ്രിക് പെയിൻറ്റുകൾ ഉണ്ടെങ്കിൽ തലഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ഒരു വൃത്തിയുള്ള ഡിസൈൻ ചെയ്യുകയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഒരു ഡിസൈൻ അവിടെ തലഭാഗത്ത് മാത്രമായിട്ട് വെക്കുകയൊക്കെ ചെയ്താൽ വേണമെങ്കിൽ നമുക്ക് ആ ഡ്രസ്സ് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനൊരു വകുപ്പുണ്ട്. ഇനി അതല്ല വലിയൊരു തലയാണ്, നമുക്ക് എങ്ങനെ അത് ഉപയോഗിക്കാൻ പറ്റൂല എങ്കിൽ നമ്മളത് ഒഴിവാക്കുക. അതല്ലാതെ നമ്മൾ വേറൊരാൾക്ക് കൊടുക്കുന്നത് എങ്ങനെ? കാരണം നമുക്കൊരു കാര്യം നമ്മൾ പാടില്ലെങ്കിൽ വേറൊരാൾക്ക് കൊടുക്കാൻ പാടില്ല. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. സ്വന്തത്തിൽ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടുന്നത് വരെ ഈമാൻ പൂർത്തിയാവുകയില്ല എന്നാണ് പറഞ്ഞത്. ശ്രദ്ധിക്കുക.